ഈ കുട്ടിയെ കിട്ടിയിട്ട് നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് പറയേ, നിങ്ങൾക്ക് ജീവനോട് വേണോ അതോ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, മോൾക്കൊരു ശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നേക്ക് സാറേ. ICUല് ഒരു 40 ദിവസം ഒക്കെ ഞാൻ മോളെ കാണുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാ ജനിച്ചിട്ട്. അപ്പൊ എന്റെ മനസ്സിൽ മോളില്ലാന്നാണ്. എനിക്കാണെങ്കിൽ ഒരു ഉറക്ക ഗുളികയില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. മോളുടെ പണ്ടത്തെ ഹോസ്പിറ്റൽ, അമൃത ഹോസ്പിറ്റൽ ICUവിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മ ഉറക്കുളച്ച് ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരും ചോദിക്കും ഒന്ന് കരഞ്ഞൂടെ എന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കരച്ചില് വരൂല. അപ്പൊ ഞാൻ കരയണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് ആരും കാണാതെ അങ്ങനൊക്കെയാണ് ഞാൻ ചെയ്യാ. മൈൽസ്റ്റോൺ ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആളെ പരിചയപ്പെടാനാണ്. എന്താണ് ഏതാണെന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞ് ഞാൻ ചളമാക്കുന്നില്ല. ഉള്ളിൽ പോയി നമുക്ക് മനസ്സിലാവും ആരുടെ വീടാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്, ആരെയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് അധികം സമയം വൈകിക്കാതെ തന്നെ ഉള്ളിലേക്ക് പോകാം, കാരണം അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോളിംഗ് ബെല്ല് അടിച്ചിട്ട് തന്നെ കയറാം. ഉള്ളിൽ കുറെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഹലോ, വരൂ. നമസ്കാരം. ഹലോ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ്, നമ്മളുടെ അഫ്രിൻ കുട്ടിയാണ്. നമ്മുടെ മൈൽസ്റ്റോണിന്റെ ഫാമിലിക്ക് പുതിയതായിട്ട് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ് അഫ്രിൻ. ഇതൊരു സന്തോഷത്തോടെ നിൽക്കുക, എനർജി ഇല്ലേ? അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? എന്നാ പിന്നെ ഇപ്പൊ അഫ്രിക്കുട്ടി, എന്താണ് വിശേഷം? എങ്ങനെ? നല്ല വിശേഷം. പുതിയ കുറെ വിശേഷങ്ങൾ ഉണ്ടല്ലേ പറയാൻ. അപ്പൊ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും നമ്മുടെ ഓഡിയൻസിന്. ആ, പറഞ്ഞോ. സ്വന്തം ഉമ്മ. അവരാണ് ശരിക്കും അഫ്രീനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് അല്ലെ? അങ്ങനെ നമ്മൾ എന്താ അച്ചീവ് ചെയ്തത് ഇപ്പോ? ആരായി ഇപ്പോ? അതെ, ആരായി? എന്താ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമ്മള് ഉമ്മാരുടെ അടുത്ത് ചോദിക്കാം. നമ്മളെ പ്രേക്ഷകർക്ക് എന്തായാലും അറിയാം അഫ്രീനെ. എന്നാലും കുറച്ച് ഡീറ്റെയിൽസ് അഫ്രീന്റെ ഒന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഈ ഫാഷൻ ഇതിലേക്ക് എത്തിയത്? ഉമ്മ എങ്ങനെയാണ് ഇതിലേക്ക് ആളെ പുഷ് ചെയ്തത്? അതോ ആളുടെ തന്നെ ഇൻട്രസ്റ്റ് ആയിരുന്നോ? മോള് 7ാം മാസത്തില് പ്രസവിച്ചതാ, സിസേറിയൻ ചെയ്തതാ പെട്ടെന്ന്. അപ്പൊ ഡോക്ടർ നമ്മളോട് ചോദിച്ചായിരുന്നു, ഈ കുട്ടിയെ കിട്ടിയിട്ട് നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് പറയേ, നിങ്ങൾക്ക് ജീവനോട് വേണോ അതോ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, മോൾക്കൊരു ശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നേക്ക് സാറേ, പിന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോ 900 ഗ്രാമായിരുന്നു മോള് ജനിച്ചപ്പോഴുണ്ടായിരുന്നത്. അപ്പൊ അന്ന് തുടങ്ങി നമ്മള് ICUല് ഒരു 40 ദിവസം ഒക്കെ ഞാൻ മോളെ കാണുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാ ജനിച്ചിട്ട്. അപ്പൊ എന്റെ മനസ്സിൽ മോളില്ലാന്നാണ്. പിന്നെ ഇവര് വന്നിട്ട് പാല് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഒരു പാല് കൊണ്ടുപോകുമ്പോഴേ നമുക്ക് മോളുണ്ടെന്നുള്ളൊരു മനസ്സിൽ, എന്നാലും ഇവര് എനിക്ക് ടെൻഷൻ ആവണേന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇനി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഞാൻ പറയേ, എനിക്ക് എന്റെ മോളൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ്, ഞാൻ കാണിച്ചു തരാം, കരയാൻ പാടില്ല മോളെ കണ്ടാല്, അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ തന്നെ എന്നെ ICUലേക്ക് കൊണ്ടുപോവാണ്. അപ്പോ നമ്മള് ചെന്ന് കാണുമ്പോഴ് എന്താ പറയാ, ഒരു എലിക്കുഞ്ഞിടൊക്കെ ഒരു രൂപമായിരുന്നു. അവിടുന്ന് ദൈവം നമ്മൾക്ക് ഇവിടം വരെ എത്തിച്ച്. അപ്പോഴും നമ്മളുടെ മനസ്സിൽ അന്നും മോള് രക്ഷപ്പെടും എന്നുള്ള ഇതുണ്ടായിരുന്നില്ല. പിന്നെ ദൈവത്തിന്റെ ട്രീറ്റ്മെന്റ് ഒരുപാട് നമ്മൾ ചെയ്തായിരുന്നു. ആയുർവേദം അങ്ങനെ. 1 വയസ്സായിട്ടും മോൾക്ക് തല ഉറക്കണില്ല, ഇങ്ങനെ തന്നെ വെച്ചിരുന്നത്. അപ്പൊ നമ്മള് ഇവളെ കാണിച്ച ഡോക്ടറിയത്ത് കൊണ്ടുപോയപ്പോ പറഞ്ഞ്, 900 ഗ്രാമുള്ള കുട്ടിയെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലേ,
പിന്നെ ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എല്ലാ അമ്മമാർക്കും മക്കള് ഒന്നുമില്ലാതെ കിട്ടണം എന്നാണല്ലോ. അപ്പോ ഞാൻ വേറൊരു ഹോസ്പിറ്റലില്, മോഡേൺ ഹോസ്പിറ്റലില് കൊടുങ്ങല്ലൂര് അജിത്ത് ഡോക്ടറെ കാണിച്ച്. ഡോക്ടറും ഇങ്ങനെ തന്നെ പറഞ്ഞെങ്കിലും ഡോക്ടർ പറഞ്ഞു ഇനി ഇയാൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു CT സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും നമ്മൾക്ക് അമൃതയിൽക്ക ലെറ്റർ വന്നത്. അപ്പൊ പറഞ്ഞു തലച്ചോറിന് വളർച്ചക്കുറവുണ്ട്, ലുക്കോമലേഷ്യ എന്ന് പറഞ്ഞ ഒരു ഇതാണ്. ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, അതിന് ഫിസിയോതെറാപ്പി തന്നെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് നമ്മൾ ഒരു ആയുർവേദത്തെ കുറിച്ച് അറിഞ്ഞത്, ചാവക്കാട് മധുസൂദനൻ സാറ്. അപ്പോ ഞങ്ങള് പേപ്പറിൽ ചെറിയൊരു ഹെഡിങ് കണ്ടതാണ്. അന്ന് തന്നെ വിളിച്ച് സാറിനോട് സംസാരിച്ച് മോളെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് സാറ് പറയുന്ന പോലെ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യണമെങ്കിലും മോളെ നടത്തി തരാന്ന് പറഞ്ഞു. അന്നൊന്നും നടക്കൂലായിരുന്നു മോള്. അങ്ങനെ 28 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്യണം, 3 മാസം കൂടുമ്പോ 28 ദിവസം. അപ്പൊ 3ാമത്തെ ട്രീറ്റ്മെന്റിൽ മോള് ഒറ്റടി വെച്ച് തുടങ്ങി. നമ്മള് അവര് പറയുന്ന പോലെ തന്നെ നമ്മള് വീട്ടില് ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ നമ്മളെ ഇങ്ങനെ കയറ്റിട്ട് നമ്മളെ കാണിച്ചു തരും. അതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ബാക്കിലേക്ക് ചിന്തിക്കാറില്ല, ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അപ്പൊ നമുക്ക് പൂമ്പാറ്റയിലേക്ക് വരാം. എന്താ നിങ്ങളുടെ ടീം, നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താന്നുള്ളൊരു ഡീറ്റെയിൽ. 2010-2012 കാലഘട്ടത്തിലാണ് തൃശ്ശൂര് ഞങ്ങൾ കോലഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടീം പൂമ്പാറ്റ എന്ന് പറഞ്ഞ കലാകൂട്ടായ്മ ആരംഭിക്കുന്നത്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കലാകൂട്ടായ്മയാണ്. തുടക്കത്തിലൊക്കെ ഞങ്ങൾ ഈ കുട്ടികളെ ചെണ്ടയാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നീട് എക്സ്പ്രഷൻ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ടീം ഫാഷൻ ഷോ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഈ ഫാഷൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് ഞങ്ങൾ ലുലുവില് ഫാഷൻ ഷോ കാണാൻ പോയി. അപ്പൊ അതില് പല പെൺകുട്ടികളും അയ്യോ മാഷെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല, ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളായതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത. അങ്ങനെ ഞങ്ങൾ ഈ ഫാഷൻ ഷോനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അപ്പോ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾക്ക്. ആ സമയത്താണ് അപർണ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അപർണ ചേച്ചി ഞാനും കൂടി ഫാഷൻ ഷോനെ കുറിച്ച് പഠിച്ച്, ചേച്ചി ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യും, അങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യും. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഫാഷൻ ഷോന് ഇങ്ങനെയുള്ള കുട്ടികളെ തയ്യാറാക്കി ഒരുക്കി ഇറങ്ങി. അത് തൃശ്ശൂര് അഞ്ചേരി, അന്നത്തെ ഒരു സിവിസ് ഓഡിറ്റോറിയം, ഇന്നത് ചാക്കോളസ് ഓഡിറ്റോറിയം, അവിടെയാണ് ഫസ്റ്റ് ഷോ ഞങ്ങളുടെ നടന്നത്. അന്ന് ഞങ്ങൾക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്നും വലിയ വലിയ ഫാഷൻ ഷോന്റെ വലിയ വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഭയങ്കര പ്രോത്സാഹനം കിട്ടി. അങ്ങനെ ഞങ്ങള് കുറെ ഫാഷൻ ഷോകള് ഒക്കെ ഞങ്ങള് ചെയ്തു, കുറെ ഫാഷൻ ഷോകൾ ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഫാഷൻ ഷോയുടെ ഒരു മത്സരം തൃശ്ശൂര് നടന്നത്. ഇങ്ങനെയുള്ള കുട്ടികളുടെ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ഫാഷൻ ഷോയുടെ മത്സരം. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഫാഷൻ ഷോ നടത്തുന്നുണ്ടെങ്കിലും എല്ലാവരും പങ്കെടുക്കാന്നുണ്ടെങ്കിലും മത്സരം ഉണ്ടായിരുന്നില്ല. ആ മത്സരത്തിലാണ് ആദ്യമായിട്ട് അഫ്രീൻ ഫാത്തിമ വിന്നറായിട്ട് വരുന്നത്. അങ്ങനെ ഈ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ വല്ലാത്ത തരംഗായി. ഈ അഫ്രീൻ ഫാത്തിമേനെ മുഖ്യമന്ത്രി വിളിച്ചു, ഗവർണർ വിളിച്ചു, പല സ്വീകരണങ്ങൾ കിട്ടി. പിന്നെ പല ഷോകളിലും, ഇപ്പൊ ഷോകളില് ഗസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത്. ഇനോഗ്രേഷൻ ഒക്കെ പോയോ? സെലിബ്രിറ്റി ആയി, കൊറേ പോയി, സെലിബ്രിറ്റി ആയി, ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇനി വലിയ വലിയ പേജന്റിനൊക്കെ മത്സരിക്കാനുള്ള പ്രിപ്പറേഷൻ ആണോ ഇനി ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ നമുക്ക് പറയാതെ വെച്ചേക്കുന്ന? ഉണ്ട്, എന്താന്ന് അറിയില്ല, ഒരു സർപ്രൈസ് ഉണ്ട്. അത് വരുമ്പോ ചിലപ്പോ നമ്മള് വിന്നർ ആയിട്ടായിരിക്കും അഗെയിൻ, അല്ലെ? ഒരു വിന്നർ ആയിട്ടായിരിക്കും നാഷണലിലേക്ക് പോവാൻ ഇങ്ങനെ. അതുപോലെ തന്നെ ഈ കേരളത്തിന് പുറത്ത് ഇപ്പൊ കൽക്കത്തയില് ഷോ നടന്നിരുന്നു. അപ്പൊ കേരളത്തിനെ പ്രതിനിധീകരിച്ചിട്ട് കേരള കൾച്ചർ വേഷങ്ങളായിട്ടും ക്ഷണം കിട്ടിയത് ഞങ്ങൾ ടീം പൂമ്പാറ്റയ്ക്കാണ്. ഇന്ത്യൻ ആർമിയുടെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് കൽക്കത്ത വരെ പോയി. അഫ്രീനൊക്കെ ഉണ്ടായിരുന്നു. കൽക്കത്ത പോയി കൽക്കത്ത ഷോ അവതരിപ്പിച്ച് ഞങ്ങള് തിരിച്ചു വന്നിട്ടുണ്ട്. ഗവർണറുടെ വീട്ടില് തെയ്യം പോലത്തെ നമ്മുടെ നാടൻ തനി കേരള തനിമയാണ് അവിടെ കൊണ്ട് പ്രസന്റ് ചെയ്തത്. അഫ്രീന്റെ വേഷം തൊട്ടായിരുന്നു അത് ഉണ്ണിയാർച്ചയല്ല, കൊറേ ചെയ്യണ നെറ്റിപ്പട്ടും ഒരു എന്താ പറയാ
ആലവട്ടം വെഞ്ചാമരവും നെറ്റിപ്പട്ട അടക്കമുള്ള ഒരു വേഷമാണ് അവിടെ ചെയ്തത് കൽക്കത്തയില്. അവര് അതൊക്കെ ആദ്യമായിട്ട് കാണാണ്. തെയ്യം വരുമ്പോ ആകെ അങ്ങനത്തെ വേഷങ്ങളാണ്. ഗവർണറുടെ വീട്ടില് സൽക്കാരം ഉണ്ടായിരുന്നു. ഗവർണറുടെ വസതിയില് ഞങ്ങൾക്ക് അന്നത്തെ കൽക്കത്ത ഗവർണർ ഇപ്പോഴും ആളെ തന്നെയാന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ലേ, എന്താ പേര് ആളുടെ? അവിടെ വെസ്റ്റ് ബംഗാള് ആളുടെ വസതിയില് ഞങ്ങൾക്ക് സ്വീകരണം തന്നു. അവിടെ നമ്മള് ചെന്ന് കേറിയപ്പോഴ് മറ്റേ സിനിമയിലും മഞ്ജു വാര്യര് തലകറിയത് ആയ ഒരു സെറ്റപ്പ്. ഫാഷൻ ഷോ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് അവിടെ വന്നപ്പോ ഒരു അതിശയായിരുന്നു. ഫാഷൻ ഷോ പൂമ്പാറ്റ എപ്പോഴും നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നാണ്. നമ്മൾ നോർമലി എല്ലാരും കണ്ട ഫാഷൻ ഷോ അല്ലാണ്ട് ഇതുപോലത്തെ നമ്മളെ കുട്ടികളെ കൊണ്ട് സ്പെഷ്യലായി കാണിക്കുന്ന പോലത്തെ തെയ്യം പോലത്തെ അതാണ് നമ്മളെപ്പോഴും എയിം ചെയ്യുകയും ട്രൈ ചെയ്യുകയും ചെയ്യുക. ആദ്യമായിട്ടാണ് ഞാനും ഇങ്ങനത്തെ ഒരു, കാരണം നമ്മൾ വേറെ കുറെ പേജന്റ് ഷോസും അല്ലെങ്കിൽ മോഡലിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേജ് നമ്മൾ ആദ്യം, അതൊരു വലിയ ഇനിഷ്യേറ്റീവ് ആണ് ശരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അഫ്രിക്കുട്ടീനെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയത്, അവളുടെ കഴിവ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റിയത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീടൊന്നും, ഞാൻ വന്നപ്പോ തന്നെ ആകെ ഞെട്ടിപ്പോയി. ഊഞ്ഞാല്, അത് കുറെ ട്രോഫി, സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ അഫ്രീഡാന്ന് എനിക്ക് അറിയാം. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിന് പിന്നിലൊരു കഥയുണ്ട്. ഞങ്ങള് മോളുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് പൈസ നമ്മളെ ചെലവായി. ലാസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റിലേക്ക് വരണ്ട വന്ന് അത് നമ്മളെ വല്ലാണ്ട് തകർത്തെന്ന് വെച്ചാൽ സീറോയില് താഴെ വല്ലതുണ്ടോ അതായി നമ്മള്. അപ്പോ ഞാന് ഒരു മോളുള്ളൂ. അപ്പൊ എന്റെ വാപ്പ ഗൾഫിലായിരുന്നു. ഞങ്ങൾ നല്ലൊരു ചെറിയ വീടും ഇതൊക്കെ ആണെങ്കിലും നല്ലൊരു സെറ്റപ്പിൽ ജീവിച്ചവരാണ്. പക്ഷെ കടം വന്നപ്പോഴും നമ്മൾ ആകെ തളർന്നു പോയി. അപ്പോ എന്റെ ഉമ്മ പറഞ്ഞ് വീടും പറമ്പും വിറ്റിട്ട് കടം വീട്ട, നമ്മ വേറെ ഒന്നിനും ചെയ്തതല്ലല്ലോ. അപ്പൊ എന്നിട്ട് നമ്മൾക്ക് വാടക വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 15 വർഷം വാടക വീട്ടിൽ താമസിച്ചു. എന്നിട്ടാണ് നമ്മള് 15 വർഷം. അപ്പൊ ഉമ്മാനെയും വാപ്പാനെയും ഞാൻ കൂടെ കൂട്ടി ഞങ്ങളൊരു വാടക വീട് എടുത്ത് ഞങ്ങള് അതില് താമസിച്ച്. അപ്പൊ എനിക്ക് തോന്നി ഹസ്ബൻഡ് ദുബായിലാണ്, ആള് പേര് അൻസാർ എന്നാണ്. അപ്പൊ ആളെ കൊണ്ടാവുന്നതും ആള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നി നമ്മള് ഉമ്മാനെയും വാപ്പാനെയും നോക്കുമ്പോഴ് എത്രാന്ന് പറഞ്ഞാലും ഭർത്താക്കന്മാര് ഇനി നാളെ എന്താവുന്നറിയില്ല. ഞാനാണോ ആദ്യം പോക? അപ്പൊ എന്റെ ഉമ്മയും വാപ്പയും പെരുവഴിയിലാവാൻ പാടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി തുടങ്ങണം എന്നുള്ളത് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നാലോചിച്ച് എന്തുട്ടാ ചെയ്യാ. അപ്പൊ എന്നൊരു ടീം ഹെൽപ്പ് ചെയ്ത്, അവര് പറയരുത് ചെയ്തത് പറയുന്ന അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിട്ട്. അപ്പൊ ഞാനൊരു പത്തിരി ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് റെന്റിന് എടുത്ത് വരുമ്പോഴ് വാടക കൊടുക്കണം. അപ്പൊ ഉമ്മാടെ അനിയത്തിണ്ട്, കുഞ്ഞുമ്മ. അപ്പൊ കുഞ്ഞുമാനെ ഞാൻ എന്ത് വിഷമമുണ്ടെങ്കിലും ആ കുഞ്ഞുമാനെ എന്നെ അറിയിക്കാം, ആളിവിടെ ഉണ്ട്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ വീടിന്റെ മുകളിൽ ചെയ്യാ, ഇങ്ങോട്ട് പോയിരുന്നു പറഞ്ഞു. അങ്ങനെ നമ്മളൊരു പത്തിരി മെഷീൻ വാങ്ങിച്ച് അവിടെ നിന്ന് പത്തിരിയുടെ ബിസിനസ് തുടങ്ങി, കടകളിലൊക്കെ സെയിൽ തുടങ്ങി. അപ്പൊ എല്ലാവരും പാലപ്പം ചോദിച്ചു തുടങ്ങി. അപ്പൊ പാലപ്പത്തിന്റെ കൂട്ടൊന്നും അറിയൂല, എന്നാലും നമ്മള് ട്രൈ ചെയ്ത് സക്സസ് ആയി. പിന്നെ ചപ്പാത്തി, നൂലപ്പം, അങ്ങനെ എല്ലാനും ആയി. അങ്ങനെ കാറ്ററിംഗുകാർ വന്ന് നമ്മളെ വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് പോകുമ്പോ പറയും, അവര് ചോദിക്കും ലൈവ് ചെയ്ത് തന്നൂടെ എന്ന് ചോദിക്കും. അപ്പൊ പിന്നെ നമുക്ക് ലൈവ് ചെയ്താലോ, അങ്ങനെ ലൈവ് ചെയ്യാൻ പോകുമ്പോഴ് ഈ സർവീസ് പിള്ളേര് ഭയങ്കര കമ്പനിയാണ് നമ്മളേറ്റ്. അവരാണ് ചോദിക്കും ഇത്ത കാറ്ററിംഗ് തുടങ്ങി കൂടിയപ്പോ ഇവിടെ വരെ ആയില്ലേ? അപ്പൊ കാറ്ററിംഗ് തുടങ്ങാനുള്ള ധൈര്യമൊന്നുമില്ല. ഇപ്പൊ പാചകം ചെയ്യണവര് പറഞ്ഞു മൊബൈലിൽ പൈസ ഉണ്ടായാൽ മതി, ഇത്ത വർക്ക് വരുമ്പോ പിടിച്ചോ, ഞങ്ങളെല്ലാവരും പിന്നിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ ബന്ധത്തിന്ന് ഒരു ടീം ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ കാറ്ററിംഗ് ആദ്യമായിട്ട് ഏറ്റെടുത്ത് അത് സക്സസ് ആയി. അപ്പോ നമ്മള് പിന്നെ കാറ്ററിംഗ് ആയി. ഇപ്പോഴും ബിസ്മി എന്ന് പറഞ്ഞിട്ട് കാറ്ററിംഗ്, മറ്റേ കാറ്ററിംഗ് ആയിരിക്കും സബ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു സംരംഭക കൂടെയാണ്, ഇരിക്കണത്. നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ എത്തിയത്. ഒരുപാടെന്ന് വെച്ചാല് അന്നൊക്കെ പറയുമ്പോൾ കുറ്റം പറയാൻ
100 പേരുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിക്കുന്നതാണ് ദൈവം നമ്മൾക്കൊരു അവസരം തന്നതാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ കുറ്റം പറയുന്നവരും തിരിച്ചറിയാനുള്ള ഒരു അവസരം നമ്മൾക്ക് തന്നു. പണിതെടുത്തതാണ് ഈ വീട്. ഒരുപാട് പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ആദ്യം അതും വേണമല്ലോ പറയാ, നല്ലോണം ഒരുപാട് പേരുടെ സഹായം നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ഉമ്മാനെ വാപ്പാനെ എങ്ങനെയെങ്കിലും ഒരു വീട്ടിൽ കാക്കണം എന്നുള്ളൊരു ഇതുണ്ടായി. എന്താന്ന് വെച്ചാൽ അവർക്ക് പ്രായമായി വരുന്നു. എനിക്കാണെങ്കിൽ ഒരു ഉറക്ക ഗുളിക ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. മോളുടെ പണ്ടത്തെ ഹോസ്പിറ്റൽ, അമൃത ഹോസ്പിറ്റൽ ICUവിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മ ഉറക്കൊളച്ച് ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അധികം കരയില്ല. എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എല്ലാവരും ചോദിക്കും ഒന്ന് കരഞ്ഞൂടെ എന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കരച്ചില് വരൂല. അപ്പൊ ഞാൻ കരയണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് ആരും കാണാതെ അങ്ങനൊക്കെയാണ് ഞാൻ ചെയ്യാ. അപ്പൊ എവിടെയോ വന്ന് നിന്ന് അപ്പാനെ ഇങ്ങനെ ആക്കണം എന്നുള്ളൊരിത്. അപ്പൊ പിന്നെ എനിക്കൊരു ഇതായി, ഒരു സ്ഥലം വാങ്ങിക്കണം, ഒരു വീട് പണിയണം എന്നുള്ള ഒരിതായി. പിന്നെ ഇവളുടെ ഉപ്പിച്ചിനെ ഞാനിങ്ങനെ പിരികേറ്റി ഒരു വീട് വേണം നമ്മൾക്ക് എന്നുള്ള ഒരു ഇതുമേൽക്ക് വന്നു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നതിന് ഇങ്ങനെ കൂട്ടി വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഉമ്മ ഒരു ദിവസം പെട്ടെന്ന് വീണ് നോക്കുമ്പോ ഉമ്മാക്ക് ഷുഗർ 905. ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. അറിഞ്ഞില്ല. ആള് ഞാനിങ്ങനെ വർക്കിനൊക്കെ പോകുമ്പോഴ് മൂപ്പര് സ്വയം ട്രീറ്റ്മെന്റാ. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചുകൊണ്ടുവന്നാല് ചിലപ്പോ കഴിക്കും. അപ്പൊ കഴിച്ചോണ്ടിരിക്കലേ പറയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഷുഗർ കുറഞ്ഞിട്ടാണ്, അപ്പൊ ഇൻസുലിൻ എടുക്കില്ല. അങ്ങനെയാണ്. അപ്പോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴ് ഷുഗർ കൂടിയിട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത്. അപ്പൊ ഉമ്മാടെ വലിയൊരു ആഗ്രഹമാണ് 2 നില വീട്. എപ്പോഴും പറയും നമ്മൾക്ക് വീട് പണിയെങ്കിലും ചെറിയ വീടാണെങ്കിലും 2 നില വീട്. അതെന്താന്നറിയില്ല, ഒരു ആഗ്രഹമാണ് ആളുടെ. അപ്പോ ഇങ്ങനെ ഹോസ്പിറ്റലിലായി ഒരു 3 മാസത്തോളം ഉമ്മ കിടക്കേണ്ട വന്നു. ICUലൊക്കെ ആയി. അങ്ങനെ ഒരുപാട് പൈസ ഉമ്മാക്കായി. പക്ഷെ എനിക്കപ്പോ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട വന്നില്ല ഉമ്മാക്ക് വേണ്ടിയിട്ട്. ഞാൻ ഈ കൂട്ടി വെച്ച പൈസ ഞാൻ വന്ന് തുറന്നു നോക്കാണ്. അപ്പൊ തുറന്നു നോക്കുമ്പോഴേ എന്റെ മനസ്സിൽ ഒരു 50,000 അങ്ങനൊക്കെ വിചാരിച്ചിട്ടുള്ള ഏകദേശം ഒരു കണക്ക്. പക്ഷെ എണ്ണീട്ടും തീർന്നില്ല. 6 ലക്ഷം രൂപയോളം അതുണ്ടായിരുന്നു സേവിങ്സ്. ഒരു ചെപ്പിലത്തെ പൈസ. അതെന്ന് വെച്ചാല് വീട് സ്ഥലം വാങ്ങിക്കാനായിട്ട് ഞാൻ കൂട്ടി വെച്ച പൈസ. പക്ഷെ അത്ര പൈസ എന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേറെ എന്തെങ്കിലും ഒക്കെ ചെലവ് ചെയ്ത് പോയാനായിരുന്നു. അപ്പൊ നമ്മള് പടച്ചവൻ എന്തെന്നാ പറയാ, അതൊരു സേവിങ്സ് ആയിട്ട് ഉമ്മാക്ക് വേണ്ടി ആരും മുമ്പിലും കൈ നീട്ടാതെ നമ്മൾക്ക് അതില് എനിക്ക് ഭയങ്കര ഒരു ഇതാ. എന്താന്ന് വെച്ചാല് ഒരുപാട് മക്കളുള്ള മാതാപിതാക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഇടുമ്പോഴേ എനിക്ക് എന്റെ ഉമ്മാനെ ഒറ്റക്ക് നോക്കാൻ പറ്റി. ഉമ്മയുടെ മരണശേഷം ആയാലും ഉമ്മയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾക്ക് ഉമ്മ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം. എന്താന്ന് വെച്ചാല് മോളൊക്കെ അത്രയും ഉമ്മ നല്ലതില് നോക്കിയിട്ട്. ഏതായാലും ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഓൺട്രപ്രണർ ആണെന്നൊക്കെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അറിയണത്. ഒരു ബിസിനസ് ഉണ്ട്. അപ്പൊ ഈ ഇവിടെ തൃശ്ശൂരല്ലേ വീട്? സൈഡിൽ അതൊരു ഫ്രീ പ്രൊമോഷൻ കാറ്ററിംഗ് ആവശ്യമുള്ളവര് ഇത്ര പേര്. എന്റെ പേര് രഹന. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും വീടൊന്ന് കണ്ടാലോ? ബോറടിച്ചോ? ഉപ്പച്ചിനെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? കൂടുതൽ ഇഷ്ടം ആണോ? സിബ്ലിംഗ് നമ്മള് വന്നപ്പോ ഇവിടെ കണ്ടായിരുന്നു. ആള് വരില്ലേ? ക്യാമറ ആൾക്ക് അങ്ങനെ അങ്ങോട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ കുഴപ്പമില്ല. പറ, വിശേഷം പറ, മിണ്ടാതിരിക്കുന്ന. ഉപ്പാനെ പറ്റി പറയാം. ഇപ്പൊ നമുക്ക് ഉമ്മാനെ പറ്റി അറിഞ്ഞു, ഉപ്പാനെ പറ്റി പറയാം. അപ്പൊ ദുബായിക്ക് പോയി. ഇവിടെ ഉണ്ടായിരുന്നു, പാർക്കില് കഴിഞ്ഞിട്ട് പോയി. അതിന്റെ സങ്കടം ആണോ? വരും കുറച്ച് കഴിയുമ്പോ. ലാംഗ്വേജ് ഒക്കെ ഇടക്ക് മാറുവേ. അതെന്താ? എന്താ നടുകടലിൽ ചെന്നാൽ നടുക്കഷ്ണം പറഞ്ഞ പോലെ നമ്മൾ ഏത് ഭാഗത്തൊക്കെയാണ് പോണ അവരുടെ ഭാഷ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനൊരു ക്ലീശ ചോദ്യം ചോദിക്കട്ടെ, ഉപ്പാനെയാണോ ഉമ്മാനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അയ്യോ, അതിപ്പോ ഞാൻ എത്തിയിരിക്കുന്ന കാരണം ഉണ്ടാ. അങ്ങോട്ട് കൂടുതൽ ചായയില് അങ്ങനൊന്നുമില്ല അല്ലെ? അവൾക്ക്
ഉപ്പാടെ അനിയനുണ്ട് ഒരാള്, അവര് രണ്ടുപേരെയും അവരാണ് അവളുടെ ലോകം. അപ്പം നമുക്ക് ഇത്രയും ബിൽഡപ്പ് തന്ന് ഇത്ത സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കി കൂട്ടി വെച്ച പൈസ എന്നൊക്കെ ഉണ്ടാക്കി ഈ വീട് അതൊന്നും നമുക്ക് കാണാം. ആര് രണ്ടുപേരും കൂടെ കാണിച്ചു തരില്ലേ? അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്ര നേരം നമ്മളിവിടെ ഇരുന്ന് സംസാരിച്ചപ്പോ എന്റെ കണ്ണു പോയത് ഈ സാധനവും ഇതൊക്കെയാണ്. കുറെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പേജന്റിന് മത്സരിച്ചപ്പോ കിട്ടിയതാണോ? അത് ഇവള് വിന്നറായതിന്റെ ഭാഗമായിട്ട് പിന്നെ ഭിന്നശേഷി കുട്ടികള് എന്നുള്ളൊരു ഇതില് വിന്നറായല്ലോ. അപ്പൊ കിട്ടിയതാ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡ്. അത് ഞങ്ങള് ജയ്പൂർ വെച്ചിട്ടായിരുന്നു ഞങ്ങള് പോയി വാങ്ങിച്ചതാ. പിന്നെ ഇത് ചെന്നൈയിൽ വെച്ചിട്ട് അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് അവാർഡ്, പിന്നെ കേമൽ അവാർഡ്, ഇന്റർനാഷണൽ കേമൽ അവാർഡ്. അത് ഷാർജയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ ഫംഗ്ഷൻ നടന്നത്. പക്ഷെ യുദ്ധത്തിന്റെ ഇതൊക്കെ കാരണം നമുക്ക് പറ്റില്ല. അപ്പൊ അവര് എറണാകുളത്ത് ഒരു 7 പേരെ വെച്ചിട്ട് അവാർഡ് ഉണ്ട്, ചെറിയ രീതിയിൽ നടത്തിയിട്ട് തന്നു. ഈ സ്ഥലത്ത് ജയ്പൂരൊക്കെ പോയില്ലേ? ജയ്പൂര്, ഡൽഹി, ബോംബെ, കൽക്കത്ത, ഇവിടെയൊക്കെ കൊറേ ഉണ്ടല്ലോ. ഇതൊക്കെ ഇത് സെയിം തന്നെ ഇവന്റ് അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും. പിന്നെ നമ്മളുടെ വീട്ടില് ജില്ലാ കളക്ടർ, തൃശ്ശൂര് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉള്ളപ്പോൾ നമ്മളുടെ വീട്ടില് വന്ന ആള്. മിണ്ടാതെ നിക്കല്ലേ, പറ കൂടുതൽ സംസാരിക്കേണ്ട ആളാണ് ഫ്രീ. ഇതിലേതാ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്? അത് ഒട്ടകം ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടന്നു. അവിടെയും ഉണ്ട് കൊറേ. ഇതൊന്നും എണ്ണിയാ തീരുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ മോൾക്ക് ഭവൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അത് ജോജോ ജോർജ്, അതുപോലെ മോഹൻലാലിന്, ബിന്ദു പണിക്കർക്കൊക്കെ മോൾക്ക് കൊടുക്കാൻ പറ്റി. അതൊരു ഇസ്മായിൽ സാറ് ആയിരുന്നു അതിന്റെ കോർഡിനേറ്റ് ചെയ്തത്. അത് ഏത് അവാർഡാ ഇതില്? അത് മോളില, ഇതിലില്ല. അത് മോഹൻലാലിന് കൊടുത്തതിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട് അല്ലേ? ലാലേട്ടന്റെ ഫോട്ടോ ഉണ്ട്, നമ്മുടെ പിണറായി സാറിന്റെ ഫോട്ടോ ഉണ്ട്. നമുക്ക് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അവര് അയച്ചു തന്നതാ. പിന്നെ വി.ഡി. സതീശൻ സാറ്, എല്ലാരും ഉണ്ട്. അവിടെ മുകളിലും ഉണ്ട് തോന്നുന്നു അല്ലെ? അത് ഇനോഗ്രേഷന്റെ ഫോട്ടോ ആണ്. ഓക്കെ, അതൊക്കെ ആരാ ശരിക്കും ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തേക്കുന്നത്? ഇന്റീരിയർ എന്ന് പറയാനായിട്ട് നമ്മള് എന്താ പറയാ, നമ്മള് തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് എല്ലാരും. ആരുടെങ്കിലും ഒരാളുടെ സ്പെഷ്യൽ കൈയുണ്ടോ? കുറച്ച് കൂടുതൽ അതിന്റെ ഒരു ഭംഗി ശരിക്കും കാണാനുണ്ട്. കാരണം ഈ വോളൊക്കെ കണ്ടോ, വാൾപേപ്പർ അല്ലേ ഒട്ടിച്ചേക്കുന്നത്, സാധാ ഭിത്തിയിലല്ലല്ലോ. പക്ഷെ അതൊക്കെ നല്ല രസമുണ്ട്. അതൊരു നല്ല തീമായിട്ട് സെലക്ട്. നമ്മളുടെ ഇത് ചെയ്തിരിക്കുന്ന ഹോം ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമാണ് ചെയ്തിരിക്കുന്നത്. സൈഡില് നമ്മളെ ഒട്ടും സ്പേസ് പോവാത്ത രീതിയിൽ ഭക്ഷണം ഇതെന്ന് വെച്ചാല് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല നമ്മൾക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഒരു ഇത്തിരി ഏരിയ മതിയല്ല നമുക്ക്. അവിടെ ആവുമ്പോൾ വരുന്നവർക്ക് ഇരിക്കാനും കൂടുതൽ ആൾക്കാർ. പിന്നെ ഇക്കാക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് നീങ്ങിയിട്ട് വേണം വാഷ് ബേസിൻ എന്നുള്ളൊരു നിർബന്ധം. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ചെറിയ പാസേജ് വന്നിട്ട് ഇവിടെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതെ, ഓ അടിപൊളി സെറ്റപ്പ്. ഇങ്ങനെ ഒരു മിറർ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. ഇത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഇതെങ്ങനെ ചെയ്യിപ്പിച്ചു? നമ്മള് അവളുടെ ഫോട്ടോ ഇത് അയച്ചു കൊടുത്തിട്ട് അവര് ചെയ്ത് നമ്മൾക്ക് അയച്ചു തന്നു. അപ്പൊ ഓക്കെ പറഞ്ഞ്. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ആ ക്രെഡിറ്റ് എനിക്കുള്ളത്. പക്ഷെ നല്ല വെക്കുന്ന സമയത്തേ വാഷ് ബേസിൻ ഏരിയയിൽ വെക്കണ്ട. എന്താന്ന് വെച്ചാൽ എല്ലാവരും എന്റെ മുഖത്ത് നോക്കിട്ട് നോക്കൂ. അയ്യോടാ ഇല്ല. പക്ഷെ ഇതൊരു ഭയങ്കര ഡിഫറെന്റ് ഐഡിയ ആണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ വന്നതിന് ശേഷം ഇനിയിപ്പോ എല്ലാവരുടെ വലിയ വലിയ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചിലപ്പോ ഇത് കോപ്പി അടിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു തീമില് ബെഡ്റൂമിലോ ഒക്കെ വെച്ചാ നല്ല, നമുക്ക് കാണുമ്പോ തന്നെ ഭയങ്കര ഒരു, നമുക്ക് തന്നെ കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഈ ഫോളോവേഴ്സും ഇതെല്ലാം കാണുമ്പോ. പക്ഷെ ഇതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയും ഇത്ര നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം ഒന്നും മെനക്കെടുത്തിയിട്ടില്ല. നമുക്ക് ഇവിടെ
എന്തുട്ടാ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെ ഇൻവെർട്ടർ, അതുപോലെ ക്യാമറയുടെ എല്ലാനും അങ്ങനെ വെച്ച് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലവും ഉപയോഗിച്ച് ഇതിന്റെ അടിയിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഇവിടെ ഒരു ബെഡ്റൂം. ഇത് നമ്മൾ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ചെയ്ത ബെഡ്റൂമാണ്. ഇപ്പൊ വാപ്പ മാത്രമായി. ഓക്കേ. ഓ ഭയങ്കര വിശാലമായ ഒരു ഓ നല്ല രസമുണ്ട്. ഭയങ്കര വിശാലമായ. ഇതൊക്കെ ആരുടെ ഐഡിയ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു പുതിയ ഒരു വീട് ഇന്റീരിയർ. ഇപ്പൊ എല്ലാ പുതിയ വീടുകളിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ശരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നു ഈ ബെഡ് സൈഡിലുള്ള ഒരു ഇത് ഇരിക്കാൻ ബെഡിൽ നിന്ന് മാറി കുറച്ച് എന്തായാലും നമ്മൾക്ക് അവിടെ ഒരു കബോർഡ് വേണം. കബോർഡ് വരുമ്പോ മുകളില് വെറുതെ ഒഴിഞ്ഞു കിടക്കാണ്. അപ്പൊ നമ്മള് ഒരു കുഷൻ അടിച്ചിട്ടാലും അവിടെ ഇരിക്കാനുള്ള സൗകര്യമായി. പിന്നെ നമ്മള് എല്ലാ റൂമിലും ഇതില കട്ടിലിട്ടിരിക്കണത്. ഇതില് നമ്മള് ഡബിൾ ആക്കി. എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ആയിരിക്കണ ഒരു അസുഖം വരാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് കൂടെ കിടക്കാൻ. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ഇടാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ ബെഡ് ഡബിൾ ആക്കി ഇട്ടേക്കുന്നതാണുള്ളത്. ഇത് ക്യാബിൻസ് വരുന്നത് അല്ലെ. ഇവിടെ ഒരു മിറർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ കളർ തീം ഒക്കെ ആരുടെ ഐഡിയ? അത് നമ്മള് തന്നെ. എല്ലാം എന്റെ തലയാണ് എല്ലാം എന്നുള്ളത്. ഇവിടെ ഒരു ബാത്റൂം കൂടെ ഉണ്ട്. അപ്പൊ താഴത്തെ ഫ്ലോറിൽ ഈ ഒരു ബെഡ്റൂം മാത്രം അല്ല, ഒരെണ്ണം കൂടെ. ഇനി അടുത്ത റൂം കാണിച്ചു തരാം. അഫ്രിക്കുട്ടി കാണിച്ചു തരണം നമുക്ക് എല്ലാ റൂമും. ഇത് കാണിച്ചു കൊടുത്തില്ലല്ലോ പ്രൂഫ്. ഏതാ? ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട്. അത് എന്താന്ന് അഫ്രി തന്നെ പറയട്ടെ. എന്റെ പേര് അഫ്രീൻ പൂമ്പാറ്റാന്നല്ലേ. പൂമ്പാറ്റ എന്റെ പേര് അഫ്രീൻ പൂമ്പാറ്റ ആയതുകൊണ്ട് ഒരു പൂമ്പാറ്റ ലൈറ്റ് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ പൂമ്പാറ്റ എന്നുള്ള പേര് കിട്ടിയതിന് ശേഷം വെച്ച ലൈറ്റ് ആണോ അതോ അറിയാണ്ട് വന്നതാണോ? അല്ല, പൂമ്പാറ്റാന്ന് കിട്ടിയതിന് ശേഷം അവള് വാങ്ങിച്ചതായിട്ട് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അത് എന്തായാലും വെറൈറ്റി ഒരു ഐഡിയ ആയി. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ റൂം കാണിച്ചില്ലേ? അത് നല്ല അടിപൊളി ഒരു കളർ തീമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഫുള്ള് വാൾപേപ്പറിലാണോ ചെയ്തേക്കുന്നത്? ഈ റൂമിൽ മാത്രം എല്ലാം. അതെന്താ ഈ റൂം എന്തോ സ്പെഷ്യാലിറ്റി? ഇത് വാപ്പാടെ ഉമ്മാടെ റൂം ആയതുകൊണ്ടാണ് സ്പെഷ്യൽ. അഫ്രിയുടെ റൂം മുകളിലാണ്. അപ്പൊ അത് നമുക്ക് എന്തായാലും കാണണം കേട്ടോ. പക്ഷെ വാപ്പാടെ ഉമ്മാടെ റൂം ഒക്കെ ഇത് ഉമ്മാടെ തന്നെ കഴിവാ അല്ലേ? അല്ലേ? ഈ ഐഡിയ ആരുടെ? അല്ല, വാൾപേപ്പർ ഫുൾ ഒട്ടിക്കാൻ പറഞ്ഞത് ഇക്കേട്. ഞാൻ ഈ സൈഡ് മാത്രം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ആള് പറഞ്ഞപ്പോ പറയേ ഇവിടെയും കൂടി ഒന്ന് ചെയ്താ ഭംഗി ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ ചെയ്തു. കളർ തീമോ? കളറും ഞാൻ തന്നെ സെലക്ട് ചെയ്തു. ഇവിടെ ഉണ്ടല്ലേ ബെഡ് സൈഡിന്റെ അവിടെ ആയിട്ട് നമ്മള് 4 ബെഡ്റൂമാ ഉള്ളത്. ആ 4 ബെഡ്റൂമിലും എന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? യൂസ് ചെയ്യുന്നുണ്ട്. ഇരിക്കാറുണ്ട്. സാധാരണ അങ്ങനെ വെച്ചാ പിന്നെ ഇരിക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടി. പക്ഷെ ക്യാബിൻസും ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര രസമാണ്. എനിക്ക് കളർ തീം ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ വാൾപേപ്പർ ഒക്കെ ഇപ്പൊ എല്ലാ മുറിയിലൊന്നും അങ്ങനെ കാണാറില്ലല്ലോ. പക്ഷെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അല്ലേ? ഉമ്മ നല്ല ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ? മോളെ റൂമിന്റെ കളർ എന്താ? സെയിം കളറാണ്. നമുക്ക് പോയി കാണാം. ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോ നമ്മളുടെ കിച്ചൺ. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ കിച്ചൺ അങ്ങനെ പറയണോ? നല്ല എല്ലായിടത്തും എനിക്ക് ഒരു പച്ചമയം. അതെന്താ? എല്ലായിടത്തും ശരിക്കും പറഞ്ഞ പച്ച വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. ഇത് വന്നപ്പോഴൊക്കെ പച്ചയായി. ഇതൊക്കെ ക്യാബിൻസ് തന്നെയാണ്. ക്യാബിൻസ് ഇതെല്ലാം ക്യാബിൻസ് ആണല്ലേ? ഓ നല്ല രസം. എനിക്ക് ഈ കളർ കോംബോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുതിയ മോഡലാ കിച്ചൺ ചെയ്തേക്കുന്നത് അല്ലെ. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെയാണ്. ഓവനുണ്ട്. ഓവനൊക്കെ ആരും ഇവിടെ ബേക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്, കേക്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മള് ഇതാണല്ലോ കാറ്ററിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഉണ്ട്. ഓവൻ ഉണ്ട്, എയർ ഫ്രയർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് അല്ലെ. ഫ്രിഡ്ജിൽ നിന്ന് എന്താ മെയിൻ ആയിട്ട് എടുക്കാം? ഫ്രിഡ്ജിന്ന് ഉമ്മ കാണാണ്ട് എടുത്ത് കഴിക്കുന്ന സാധനം എന്താ? അതൊന്നും കട്ടെടുക്കലൊന്നും. അപ്പൊ ഇവിടെ ചെറിയ നിങ്ങൾക്ക് മാത്രമേ ഇവിടെ ഭക്ഷണം കഴിക്കാറ്. പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോഴോ അവിടെ ഇരിക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെയും കുറെ ക്യാബിൻസ്. പക്ഷെ ഈ ക്യാബിൻസ് എല്ലാം ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. കാരണം എന്താ പറയാ, ആ സ്പേസ് ഇത്ത പറഞ്ഞ പോലെ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ ടൈല ഫ്ലോറിനൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ബാലൻസ് വന്നു. ബാലൻസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞു
കിച്ചണില് ചെയ്തോളാം പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ ക്യാബിൻസ് ആണ്. ഇതെന്താണിത്? അത് നമ്മള് മിക്സി വെക്കുന്ന, അത് ചെറിയൊരു കംപ്ലൈന്റ് വന്നു, അവര് വന്ന് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ അടിയിലേക്ക് താഴ്ത്തും, ഇങ്ങനെ മൂടി വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് ഷട്ടർ പോലെ അല്ലേ? ഇതിലൊക്കെ ഇങ്ങനെ അടിപൊളി. എല്ലാം ഭയങ്കര ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് മെയിൻ നമ്മൾ കാണേണ്ട റൂം അല്ലേ? ഇതും പച്ച തന്നെയാണല്ലോ. ഇവിടെ ഒരു പച്ചയുണ്ട്. അടിപൊളി. ഇതാരാ? ഇത് മയില്, മയില്. പൂമ്പാറ്റ ടീം തന്ന മയില്. എല്ലാം ഉണ്ട്. അഫ്രി ചെയ്ത ക്യാരക്ടറാണ് അല്ലെ? പീക്കോക്ക് ആയിട്ട് ചെയ്തില്ലേ റാമ്പ് വാക്കില്? അപ്പൊ അതുണ്ട്. ആനയുണ്ടോ ഇനി എവിടെങ്കിലും? ആന ദേ ഇഷ്ടം പോലെ ടോയ്സാ ഇവിടെ. ഇതാണോ പരിപാടി? എന്താ കളിക്കണേ? എന്താ കളിക്കാറിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ? ഡോൾസ് എടുത്ത് കളിക്കും. ഡോൾസ് എടുത്തിട്ട് എങ്ങനെ കളിക്കും? അത് അമ്മയും കൊച്ചു കളിക്കോ? അതേപോലെ ബോൾ എടുത്തിട്ട് അവിടെ ബോളുണ്ട്, അതെടുത്തിട്ട് കളിക്കും. ഇതൊക്കെയാണ് വെറുതെ ഇരിക്കുന്ന സമയങ്ങളില്. പിന്നെ പിയാനോ ഉണ്ട്, അതെടുത്തിട്ട് വലിക്കും. പിയാനോ വായിക്കോ? പഠിച്ചോ ഏതെങ്കിലും? വെറുതെ വായിക്കുന്നോളാ. ഇപ്പൊ അഫ്രിക്ക് എത്ര വയസ്സായി? 19 വയസ്സ്. 19 വയസ്സായി. സ്കൂളില് അസ്മാബി കോളേജിൽ BA എക്കണോമിക്സ്. അടിപൊളി. BA സെക്കൻഡ് ഇയറാ? ഫസ്റ്റ് ഇയർ. അടിപൊളി. അപ്പൊ കോളേജിലൊക്കെ പോകുമ്പോ ഇതൊക്കെ കളിക്കാൻ എവിടെ സമയം? കോളേജിൽ ഞങ്ങൾ ഡെയിലി ഒന്നും പോയില്ല. ഇല്ല. അപ്പൊ ഏതൊക്കെ ദിവസങ്ങളാ പോണേ കോളേജില്? അത് എനിക്കിഷ്ടമുള്ളപ്പോ പോകും. ആരാ തന്നതെന്ന് പറയത്? ഇത് ജാൻമണി തന്നതാ. വാ കാണിച്ചോ. കൊള്ളാലോ. ഇത് മറ്റേ 3D. ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടോ നടക്ക്? അല്ല, ഇവിടുന്ന് നോക്കുമ്പോ ഇതിങ്ങനെ. കൊള്ളാം. ജാൻമണി തന്നതാ. എപ്പോ? പാർക്കലിന് വീട് ഹൗസ് വാമിങ്ങിന് വന്നപ്പോ. അടിപൊളി. കൊള്ളാം. നല്ല രസമുണ്ട്. പൂച്ചക്കുട്ടികളെ ഇഷ്ടാ? ഇവിടെ ഉണ്ടോ പൂച്ചക്കുട്ടി? ഉണ്ടായിരുന്നേ. അവൾക്ക് ഈ അലർജിയുടെ ഉള്ള കാരണം മാറി. അപ്പൊ പഠിക്കണം. പുസ്തകങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ എടുത്ത് പൂട്ടി വെച്ചേ. അത് പുറത്തെടുത്തില്ല. അല്ലാതെ അവള് ബ്രില്യന്റ് ആയിട്ട് ഇപ്പൊ ബുക്കിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ? ഓക്കെ. അവളുടെ കൊച്ചാപ്പ എപ്പോഴും പറയേ, അവള് സ്കൂളിൽ ഒരു വിഷമായിരുന്നു, പക്ഷെ സ്കൂളിൽ പോവാതെ തന്നെ ഇവള് ഇവിടം വരെ എത്തിയല്ലോ. ഇപ്പൊ സന്തോഷമായി. അഫ്രിക്കുട്ടിയുടെ എല്ലാ സക്സസിന്റെ പുറകെയുള്ള ആ ഒരു എന്താ ഹാപ്പിനെസിന്റെ പുറകെയുള്ള ബാക്ക് ബോൺ ആണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് ഉമ്മ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയ. ഇത് എന്റെ വാപ്പ. ഞങ്ങള് എവിടെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നാലും 2 മണിയായാലും വാപ്പ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ഞങ്ങള് വന്നതിന് ശേഷം വാപ്പ ഉറങ്ങുള്ളൂ. വാപ്പയുടെ പേരൊന്ന്? ഷംസദ്. ഓക്കെ. ഇത് മോന്. അതിനാൽ ആള് കുറച്ച് സൈലന്റ് നാടുണ്ടോ? ഓക്കെ. ഇത് നമ്മള് നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. നമ്മളെ സാറ് അഫ്രിക്കുട്ടി. ടീച്ചറുടെ പേരെന്താ? പറഞ്ഞ. ഓക്കെ. ഇതാണ് നമ്മളുടെ എന്തെന്നാ പറയാ, നല്ല സമയത്തും ഇല്ലാത്തപ്പോഴത്തെ സമയത്തും ഒപ്പം കൂട്ടുനിന്ന ആള്. ഞാൻ ഇവിടെ എത്താൻ കാരണം ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കില് നമ്മൾക്ക് നല്ലോണം കഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയാണ്. ഒരു മോളുള്ളൂ, നല്ല സുഖത്തിന് ജീവിച്ച്. പിന്നെ അവള് തന്നെ അവളെ ജീവിതം കണ്ടെത്തി. താഴ്ചയെന്ന് ഉയരാനും എല്ലാത്തിനും അവള് തന്നെ. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ആർക്കും എന്തൊരു ആപത്തുണ്ടോ അതിന്റെ മുന്നില് രഹനുണ്ട്. ഞങ്ങൾ വിഞ്ചു എന്നാണ് വിളിക്കുക. അവളും വണ്ടിയും കാര്യങ്ങളും എല്ലാത്തിനും അവളുണ്ട്. അവളൊപ്പം ഞങ്ങളും ഉണ്ട്. എല്ലാ വിജയവും അവൾക്ക് ഉണ്ടാവട്ടെ. കാരണം അത്ര കഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയുടെ. ഉമ്മാടെ അനീതി അല്ലേ? ഓക്കെ. പേര് റഹ്മത്ത്. അപ്പൊ രഹന റഹ്മത്ത്. അപ്പൊ ഇതാണ് അഫ്രിക്കുട്ടി. പറ, ഇവരൊക്കെ സന്തോഷായില്ലേ? എല്ലാവരെയും കൂടെ കാണിക്കാൻ പറ്റി. അഫ്രിക്കുട്ടിയുടെ ഫാമിലിയാന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റി. വീട് കാണിക്കാൻ പറ്റി. എന്താ നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളേ? എന്താ വന്നതിന് സന്തോഷം. ഇനി നമുക്കൊരു സർപ്രൈസ് വരുന്നുണ്ട് എന്നാണ് അഫ്രിക്കുട്ടി പറഞ്ഞത്. എന്തോ വരാനുണ്ട്. അപ്പൊ എല്ലാരും അതെ, പിന്നെ മാഷിന്റെ
ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം, നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാമിന്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാരും അത് അഫ്രിക്കുട്ടിക്ക് വേണ്ടി അല്ലേ, എല്ലാരും അത് ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം അഫ്രിക്കുട്ടീനെ. അപ്പൊ അഫ്രിക്കുട്ടിയുടെ പുതിയ പുതിയ ടാലൻസും വീഡിയോസും ഇനി വരുന്ന ഈ മോഡലിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ഇനി വരാനുണ്ട്. എന്തോ വലിയൊരു സാധനവും കൂടെ വരാനുണ്ട്. അതെന്താന്ന് അറിയണമെങ്കിൽ അഫ്രിക്കുട്ടീനെ ഫോളോ ചെയ്യണം അല്ലേ, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ബിഗ് അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഓൾ ദി ബെസ്റ്റ് എല്ലാവരോടും. ഹാപ്പി ആയിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു.